നമസ്കാരം. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതികളും കോടികളുടെ നഷ്ടവും എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കിയാൽ ഓഹരി ഉടമകളുടെ അസോസിയേഷൻ നിവേദനം നൽകി. CPM വിമതരായി മത്സരിച്ച് ജയിച്ച TK ഗോവിന്ദൻ MLA ഈ വിവരം ഇന്നലെ നിയമസഭയിൽ ഉന്നയിക്കുക കൂടി ചെയ്തതോടെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയേറി. കിരീടം വെക്കാത്ത രാജാവിനെ പോലെ വിലസിയ പിണറായിയെ ചോദ്യം ചെയ്യാൻ ഡയറക്ടർ ബോർഡ് മടിച്ചതും തനിക്ക് ചൊൽപ്പടിക്ക് നിൽക്കുന്നയാളെ MD ആക്കി നടത്തിയ നീക്കങ്ങളുമാണ് കമ്പനിയെ നഷ്ടത്തിലെത്തിച്ചത്. ലാഭവിഹിതം പ്രതീക്ഷിച്ച് പണമിറക്കിയ ഓഹരി ഉടമകൾ ഇതോടെ വെട്ടിലായി. CPM മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അടക്കം കിയാൽ സംബന്ധിച്ച പിണറായിയുടെ നടപടികളിൽ അതൃപ്തരായിരുന്നു. കണ്ണൂരിൽ ഇക്കുറി CPMന് തിരിച്ചടി നേരിടാൻ കാരണമായത് വിമതർ മാത്രമായിരുന്നില്ല, കിയാല് പോലെയുള്ള വിഷയങ്ങളായിരുന്നു. ഡയറക്ടർ ബോർഡ് യോഗങ്ങളിൽ പിണറായി പറയുന്നത് കേൾക്കുക എന്നത് മാത്രമായിരുന്നു മറ്റുള്ളവരുടെ ജോലി. സാധാരണ എയർപോർട്ടുകളുടെ തലപ്പത്ത് MD ആയി വരിക സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. എന്നാൽ കിയാലിൽ അങ്ങനെ ഒരാളെ നിയമിക്കാൻ പിണറായി തയ്യാറായിരുന്നില്ല. എക്സാലോജിക്കിന് CMRൽ നിന്ന് ലഭിച്ചതുപോലെയുള്ള പ്രയോജനങ്ങൾ കിയാലിൽ നിന്ന് പിണറായിക്ക് കിട്ടിയിരുന്നുവെന്നാണ് ആരോപണം. പിണറായി ഒറ്റയാളുടെ നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കിയാൽ നഷ്ടത്തിലായതെന്ന് മനസ്സിലാക്കിയാണ് ഓഹരി ഉടമകളുടെ അസോസിയേഷൻ പരാതിയുമായി VD സതീശനെ കണ്ടത്. കിയാൽ മാനേജ്മെന്റിന്റെ ക്രമരഹിതവും 2013 കമ്പനി ആക്ടിന്റെ നഗ്നമായ ലംഘനവും തെളിയിക്കുന്ന വസ്തുതകൾ അക്കമിട്ട് നിരത്തിയുള്ളതാണ് ഇവർ നൽകിയ നിവേദനം. മത്സരാധിഷ്ഠിത ടെൻഡർ ക്ഷണിക്കാതെ 6 കോടി രൂപ മൂല്യം കണക്കാക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് സ്വകാര്യ ഏവിയേഷൻ കമ്പനിക്ക് അനുവദിച്ചതിലൂടെ 5 വർഷ കാലാവധിക്കിടെ 3.5 കോടി രൂപയോളം വരുമാന നഷ്ടമാണ് കിയാലിനുണ്ടായത്. മട്ടന്നൂർ ടൗണിലെ നിലവിലുള്ള മാർക്കറ്റ് നിരക്കുകളേക്കാൾ വളരെ കുറവാണ് നിശ്ചയിച്ചിരിക്കുന്ന വാടക. ഇതാണ് 5 വർഷ കാലയളവിൽ ഏകദേശം 3.35 കോടി രൂപയുടെ വരുമാന നഷ്ടത്തിന് കാരണമായത്. മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ, ഫിക്സ്ഡ് ബേസ് ഓപ്പറേഷൻ, ഏവിയേഷൻ അക്കാദമി എന്നിങ്ങനെ വ്യോമയാനവുമായി ബന്ധപ്പെട്ട 3 പദ്ധതികൾക്കായി പ്രത്യേകമായി കണക്കാക്കാതെ സംയോജിപ്പിച്ചത് കാരണം വൈദഗ്ധ്യം, പ്രവർത്തന മികവ്, റെഗുലേറ്ററി അംഗീകാരം, നിക്ഷേപ ഘടനകൾ എന്നിവ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിന് വഴിവെച്ചു. ഇതുവഴി ടെൻഡർ പ്രക്രിയ, വിമാനത്താവള ഭൂമിയും അനുബന്ധ അടിസ്ഥാന സൗകര്യ പദ്ധതികളും നിയന്ത്രിക്കുന്ന വ്യവസ്ഥാപിത തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയാക്കി. മാത്രമല്ല, കിയാലിന്റെ വാണിജ്യ നിബന്ധനകൾ വഴി നേടാനുള്ള ആസ്തികൾക്ക് മികച്ച വിപണി മൂല്യം കണ്ടെത്തുന്നതിനുള്ള അവസരം നഷ്ടമാക്കി. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും മാർഗ്ഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി ലംഘിക്കപ്പെട്ട സ്ഥിതിയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. കണ്ണൂരിൽ നിന്നും വിവിധ GCC രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര കാർഗോ സർവീസ് ആരംഭിക്കാൻ അനുമതി നൽകിയെങ്കിലും പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ വന്നത് കാർഗോ കയറ്റുമതിക്കാർ, ചരക്ക് ഫോർവേഡർമാർ എന്നിവർക്ക് വലിയ നഷ്ടത്തിനിടയാക്കി. ഇത് കിയാലിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടാനും ഇടയാക്കി. കയറ്റുമതി വ്യാപാരികൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തിനു പുറമെ സർവീസ് റദ്ദ് ചെയ്തതിലൂടെ ചരക്കുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. കാർ പാർക്കിംഗ് ആൻഡ് ബാഗേജ്, റാപ്പറിംഗ് ഓപ്പറേറ്റർ എന്നിവയുടെ നടത്തിപ്പ് കരാർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവസാനിച്ചിരുന്നു. കരാർ മുഖാന്തരം ലഭിക്കേണ്ട കുടിശ്ശിക കമ്പനി അടയ്ക്കാതിരുന്നിട്ടും കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. കുടിശ്ശിക വരുത്തിയവരെ പുനർകരാറിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്ന ധനവകുപ്പിന്റെ ഉത്തരവ് മറികടന്നാണ് വീണ്ടും കരാർ ഉറപ്പിച്ചത്. കുടിശ്ശികയില്ലെന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് കരാർ കാലാവധി നീട്ടിക്കൊടുത്തത്. കിയാൽ MD തന്റെ സ്വന്തം വിവേചന അധികാരത്തിലൂടെയാണ് ഇത്തരം ഇളവുകൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഇവിടെ തന്നെ നടത്തിയിരുന്ന കാർഗോ സ്ക്രീനിംഗ് പുറമേ നിന്നുള്ള കമ്പനിക്ക് കരാർ നൽകി. സ്വന്തമായി നടത്തുമ്പോൾ കിലോഗ്രാമിന് 60 പൈസയായിരുന്നു ചെലവെങ്കിൽ കരാർ നൽകിയപ്പോൾ അത് 2.87 രൂപയായി. 42 സ്ക്രീനറുകൾ വേണ്ടിവരുമെന്ന പേര് പറഞ്ഞാണ് ഇത് കരാർ നൽകിയത്. എന്നാൽ നിലവിൽ കരാറെടുത്ത കമ്പനി നിയോഗിച്ചത് വെറും 10 സ്ക്രീനർമാരെ മാത്രമാണ്. CEO, സീനിയർ മാനേജർ തുടങ്ങിയ സുപ്രധാന തസ്തികകളിലെ നിയമനവും അതിന്റെ വ്യവസ്ഥയും രീതിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ലൈസൺ ഓഫീസർ ഒരേ സമയം കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ പദവി വഹിക്കുന്നതും നിശ്ചിത പ്രായം തികഞ്ഞും തുടരുന്നതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുന്നവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്നും പരാതിയിലുണ്ട്. ASO അവാർഡ് സ്വീകരിക്കുന്നതിനായി വിദേശയാത്രയ്ക്ക് ചെലവഴിച്ച വൻ തുകയും ഔദ്യോഗിക യാത്രയിൽ കുടുംബസമേതം സഞ്ചരിച്ച സാമ്പത്തിക ബാധ്യതയും കിയാലിനെ മറ്റൊരു പ്രതിസന്ധിക്ക് ഇടയാക്കി. കിയാലിന്റെ ഓഡിറ്റ് CAG നടത്തുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തതും പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോയ്ക്ക് പരിശോധിക്കാൻ അനുമതി നൽകാതെ സ്വകാര്യ സ്ഥാപനത്തിന് ഓഡിറ്റ് നൽകിയതും ചിലരുടെ വ്യക്തി താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും സംരക്ഷിക്കുന്നതിനായിരുന്നു. കിയാലുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സ്വീകരിച്ചിരുന്ന നിലപാടുകൾക്ക് പാർട്ടിയിൽ ഭൂരിഭാഗവും എതിരായിരുന്നു. പിണറായിക്കെതിരെ ശബ്ദിക്കാൻ എല്ലാവർക്കും ഭയമായിരുന്നു. CPM പ്രാദേശിക ഘടകങ്ങളിൽ ഇത് സംബന്ധിച്ച് എതിർപ്പും ചർച്ചയും വന്നെങ്കിലും ഡയറക്ടർ ബോർഡിലൊന്നും അതൊന്നും എത്തിയില്ല. ഭരണം മാറിയതോടെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ ഓഹരി ഉടമകൾ പോലും തയ്യാറായിരിക്കുന്നത്. TK ഗോവിന്ദൻ MLA ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രസംഗിക്കുകയും ഓഹരി ഉടമകളുടെ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തതോടെയാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നത്.